ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അമ്മായിമാരോടായിട്ട് ധനലക്ഷ്മി പറയുന്നുണ്ട്, ഇവിടെ വലിയ സംഭവം നടക്കാനായിട്ട് പോകുന്നു, അതിലെല്ലാവരും തളരും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്താ ധനലക്ഷ്മി, നീ മറച്ചു വെക്കാതെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നു. ഞാനായിട്ട് പറയുന്നില്ല, എന്തായാലും ഒരാഴ്ചേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരെ വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത്രയും എനിക്ക് പറയാനുള്ളൂ, കാത്തിരുന്നോ എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി തിരിച്ചു പോകുന്നു. അമ്മായിമാർക്ക് ടെൻഷനായി, എന്താ ഇവിടെ വന്നിട്ട് പോയത്, ഒരു ചുഴലിക്കാറ്റ് വന്ന് പോയതുപോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നു. പക്ഷേ ഇത് ചുഴലിക്കാറ്റാണെങ്കിൽ ഇനി ഒരു ഭയങ്കരമായിട്ട് കൊടുങ്കാറ്റ് വരാനായിട്ട് പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. എന്താ ചെയ്യുക, പേടിയാവുന്ന രീതിയിലൊക്കെ അമ്മായിമാരവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീട് രാത്രിയാണ് കാണിക്കുന്നത്. കൺമണിയെ കൃഷി വിളിക്കുന്നുണ്ട്. കൺമണി വീടിന് പുറത്തൊന്ന് ഇറങ്ങി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ സർ, എന്തൊക്കെയാണ് സർ ഈ പറയുന്നത്? ഇപ്പോൾ സമയം 12 മണി ആവാനായി, എന്നിട്ട് എന്തിനായി പുറത്തിറങ്ങി വരാനായിട്ട് പറയുന്നത്? ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട് കൺമണി, ഇനി ഒന്ന് ഇറങ്ങി വാ. സർ എന്താ ഇവിടെ, എന്തൊക്കെയാണ് പറയുന്നത് സർ? കാര്യമുണ്ടടാ, ഇറങ്ങി വരൂ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ കൺമണി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കൃഷ്ണൻ അവിടെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ സർ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നു. അപ്പോഴത്തേനും കൃഷി വന്നിട്ട് കൺമണിയെ കൈ പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോകണം. വാ കൺമണി, സർ എന്തേ കാണിക്കുന്നത് എന്ന് പറയുന്നു. എൻ്റെ കൂടെ വാ കൺമണി എന്ന് പറഞ്ഞിട്ട് കൺമണിയെ കൂട്ടിക്കൊണ്ട് പോകാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും പെട്ടെന്നൊരു സർപ്രൈസ് പോലെ ഇതേ നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൺമണിയുടെ ബർത്ത്ഡേ ആണ് അന്ന്, അതുകൊണ്ട് തന്നെ 12 മണിക്ക് തന്നെ കൃത്യസമയത്ത് അവിടെ എത്തിയിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. അങ്ങനെ കൺമണി ഇവിടെ നിൽക്കുക എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ സാറിന് ഇങ്ങനെ മനസ്സിലായി, അത് കൃപയിലൂടെ ഞാൻ അറിഞ്ഞ കാര്യമാണ് കൺമണി. എന്തായാലും കൺമണി ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. എൻ്റെ ബർത്ത്ഡേ ഒന്നും ആരും ആഘോഷിക്കാറൊന്നുമില്ല, ചെറുപ്പത്തിൽ എപ്പോഴും ആഘോഷിച്ച ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. സാർ എന്നെ ഞെട്ടിച്ച് കളഞ്ഞല്ലോ, എന്താ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സാർ ഒരു വലിയ കമ്പനിയുടെ MD ആണ്. ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ ഈ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാതെ ആവുന്നുണ്ട് സാർ എന്ന് പറയുന്നു. അതൊന്നും സാരമില്ല കൺമണി, എനിക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യത്തിനും ഇതെങ്കിലും ഞാൻ ചെയ്തു തരണ്ടേ കൺമണി? ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു കൺമണിയുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് തരണം എന്നുള്ളത്. വിഷമിക്കാതെ കൺമണി, കരയരുത്, ഇന്നത്തെ ദിവസം കൺമണി കരയാനേ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ കൺമണിയുടെ അടുത്തിരുന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് കൺമണി, ഒരു കാര്യം കൂടി പറയാനുണ്ട്. കൃപയ്ക്കും ഈ കാര്യം കാണുമ്പോഴും സന്തോഷവും അവളും കൂടി കാണട്ടെ, ഞാനൊരു വീഡിയോ എടുത്ത് വെക്കാം എന്ന് പറയുന്നു. അങ്ങനെ കൺമണി കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ഒരു 1000 വിഷസ് എന്ന രീതിയിലേക്ക് കൺമണിയോട് പറയുന്നുണ്ട് കേട്ടോ. താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് കൺമണിക്ക് വളരെയധികം വിഷമാവുന്നുണ്ട്. അങ്ങനെ കൺമണി കൃഷിൻ്റെ ദേഹത്തോട്ട് ചായുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാറത്ത് ചാഞ്ഞ് കിടക്കുക ചെയ്യുന്നത്. അപ്പോഴത്തേനും പരിധി വിട്ടതുപോലെ തന്നെ കൃഷിന് കൺമണിയോട് കൂടുതൽ ഇഷ്ടം തോന്നുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവർ പരസ്പരം സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് പരിധി വിട്ട് പോകുന്നത്. അറിഞ്ഞതോടുകൂടി തന്നെ കൃഷി പെട്ടെന്ന് തന്നെ ഞാൻ പോവുക കൺമണി എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്നു. കൺമണി ഇവിടത്തിൽ നിൽക്ക്, പിന്നെ ഇത് നാളെ ഗൂഗിളിനും കൊടുത്തേക്കിട്ടോ ഈ കേക്ക് എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിയെ വിട്ടിട്ട് കൃഷി പോവാണ്. ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാട്ടോ ചെയ്യുന്നത്. കൺമണിക്ക് ഈ വലിയൊരു സർപ്രൈസ് കാണുമ്പോൾ വളരെയധികം സന്തോഷമാവുന്നുണ്ട്. കാരണം കൃഷി സാറ് തന്നെ വിഷ് ചെയ്യാനായിട്ട് വന്നു, പിന്നെ ഒരുപാട് സ്നേഹത്തോടുകൂടി തന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്തു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കാട്ടോ കൺമണി. അതിനുശേഷം പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ഗൂഗിളിനോടായിട്ട് തന്നെ കൺമണി ആ നടന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ചുമ്മാ പറയല്ലേ, കാരണം 12 മണിക്കൊക്കെ കൃഷി സാർ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് വരുന്നു തോന്നുന്നുണ്ടോ അപ്പേ എന്നൊക്കെ പറയുന്നുണ്ട്. എടാ സത്യമാടാ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നീ ഫ്രിഡ്ജിൽ പോയി നോക്ക്, നിനക്കുള്ള കേക്ക് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സത്യമാണോ അപ്പേ? തീർച്ചയായും ഇവിടെ വന്ന് കേക്ക് കട്ട് ചെയ്തു, വിഷ് ചെയ്തു, എന്നിട്ടൊക്കെ സാറ് പോയതെന്ന് പറയുന്നു. എങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അപ്പയോട് എന്തൊരു ഇഷ്ടമാണ് കൃഷി സാറിന്, എനിക്കത് നേരത്തെ മനസ്സിലായതാണ്. എന്തിനാണ് നിങ്ങൾ പരസ്പരം പിന്നെ സ്നേഹം പങ്കുവയ്ക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലടാ, അതൊക്കെ എന്നോട് പറയല്ലേ അപ്പയെ കാണാനാണ് കൃഷി സാർ രാത്രി വന്നത്. ഇത്രയും നല്ല ആത്മാർത്ഥതയുണ്ടെങ്കിൽ അപ്പയോട് എത്രമാത്രം കൃഷി സാറിന് ഇഷ്ടമാവും എന്നുള്ളത് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെയാണോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൺമണിയും. അതിനുശേഷം തന്നെ അച്ചച്ചൻ വരുന്നുണ്ട്. അച്ചച്ചൻ ഒന്ന് വന്നേ, ഇന്ന് അപ്പയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ മറന്നു മോളെ, കാരണം നാളെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ബർത്ത്ഡേ ദിവസങ്ങളൊക്കെ മറന്നുപോയെന്ന് പറയുന്നു. പെട്ടെന്ന് ഓർത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് സാരമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മോൾക്കൊരു ഉടുപ്പ് വാങ്ങിയിട്ട് വന്നേനെ ഞാനെന്ന് പറയുന്നു.
അത് വേണ്ട അച്ഛാ, അച്ഛൻ്റെ ഉമ്മ മാത്രം എനിക്ക് മതി എന്ന് പറയുന്നു. അങ്ങനെ കെട്ടിപ്പിടിച്ച് അച്ഛൻ്റെ ഒരു ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഗോകുൽ അമ്മായിമാരോടായിട്ട് പറയുന്നത്, അമ്മായിമാരെ അല്ലെങ്കിൽ ചീഫ് ഡിസൈനറുടെ ബർത്ത്ഡേ ആണെന്ന് വിഷ് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയുന്നു. അങ്ങനെ അവരും വരുന്നുണ്ട്. പിന്നീട് അച്ഛാ ഇന്ന് അപ്പയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്ന് കൺമണിയെ വിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് നമുക്കൊരു ചെറിയൊരു സദ്യ തന്നെ ഒരുക്കണം, വൈകുന്നേരം ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, എന്തായാലും സദ്യയൊന്നും വേണ്ട, തീർച്ചയായും വേണം, എന്തായാലും വൈകിട്ടാവട്ടെ എന്ന് പറഞ്ഞ് ആഘോഷിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ആ സമയത്ത് ധനലക്ഷ്മി അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ജപ്തി ചെയ്യാനുള്ള രണ്ടാളുകൾ ബാഗിൽ നിന്ന് വരിക കേട്ടോ, ചെയ്യുന്ന സ്റ്റാഫുകൾ. എന്നിട്ട് ഒരു നോട്ടീസ് അടിക്കുന്നുണ്ട്, ഒട്ടിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ധനലക്ഷ്മി വായിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അവർ പറയുന്നുണ്ട്, 2 ആഴ്ചക്കകം നിങ്ങളുടെ വീട് ജപ്തി ചെയ്യാനുള്ള നോട്ടീസാണ് അടിച്ചിരിക്കുന്നത്. 2 ആഴ്ചക്കകം 15 ലക്ഷം തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ഈ വീട് ജപ്തി ചെയ്ത് പോകുമെന്ന് പറയുന്നു. അതിന് ശേഷം അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ മാനേജറോടായിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അവർ കുറച്ച് ഇളവ് തന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആ മാനേജർ മാറി ഇപ്പോൾ പുതിയ ആളാണ്, ഇതൊക്കെ പ്രശ്നമാവുമെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോന്നു. അങ്ങനെ ധനലക്ഷ്മി നോട്ടീസൊക്കെ വായിച്ച് പറയുന്നുണ്ട്, ഒരാഴ്ചക്കകം എന്തായാലും പരീക്ഷയടക്കം ആ ഒരു ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക, പൈസ വാങ്ങിക്കൂട്ടുമ്പോൾ ആലോചിക്കണം, എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, എല്ലാം നിങ്ങൾ വരുത്തി വെച്ചാലേ എന്നല്ല ഇതിൽ എല്ലാവരോടും പറയുന്നു, എല്ലാവരുടെ കടപ്പാടം പോവാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും അച്ഛൻ നെഞ്ചുവേദനയൊക്കെ വരുന്നുണ്ട്. അച്ഛാ എന്ന് പറഞ്ഞിട്ട് കൺമണിയും ഗോകുലും മാറി മാറി പിടിക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുക, അച്ഛൻ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നു. കൺമണി തോളത്ത് ചായുന്നുണ്ട് കേട്ടോ അച്ഛൻ വിഷമത്തോടു കൂടി. ആ സമയത്താണ് വീണ്ടും നമ്മുടെ വരുണെ കാണിക്കുന്നത്. വരുണാണ് എല്ലാത്തിനും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ബാങ്കിൽ കുറച്ച് ക്യാഷ് അടയ്ക്കാനുള്ള കാര്യം വരുണ അറിയുകയും ജപ്തി ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റാഫുമായിട്ട് ചർച്ച ചെയ്യുന്നതൊക്കെ വരുണ തന്നെയാണ് കേട്ടോ. അവർക്ക് കൈക്കൂലി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ധനലക്ഷ്മിക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു, ഞങ്ങൾക്കുള്ള പ്രതിഫലം ഇത് പോരാ വരുണ എന്ന് പറയുന്നു. ഞാൻ നിങ്ങളെ കാണേണ്ട രീതിയിൽ കണ്ടോളാം, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും മാനേജറോട് അദ്ദേഹം സംസാരിച്ചാണ് കുറച്ച് ഇളവ് വേണമെന്നുള്ളത്, പക്ഷേ ഞങ്ങളാണ് ഇപ്പോൾ അതൊക്കെ മാറ്റി മറിച്ച് വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി ജപ്തിയുടെ നടപടി ബാങ്ക് മുഖേന നടന്നോളും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശരി, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോന്നു. പിന്നീട് വരുണേൻ്റെ അച്ഛനെയാണ് കേട്ടോ കാണിക്കുന്നത്. എന്താ വരുണേ, ഈ സ്റ്റാഫുകളായിട്ട് എന്താ നിനക്ക് ഇത്ര ബന്ധം എന്ന് പറയുന്നു. അച്ഛൻ ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അവളെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, എനിക്ക് ആ പലിശയും കൂട്ടുപലിശ അടക്കം തന്നെ അവളെ കൊണ്ട് വീട്ടിക്കണം എന്ന് പറയുന്നുണ്ട്. നീ വളഞ്ഞ വഴിയിലൂടെ പോകണ്ട വരുണേ എന്ന് പറയുന്നു. വളഞ്ഞ വഴിയിലൂടെ എന്നല്ല അച്ഛാ, ഇത് കണ്ടോ ഇനി എന്താ വരാൻ പോകുന്നതെന്ന്. അവൾ അങ്ങനെ സൂഹിച്ച് നിൽക്കണ്ട, അത് ഞാൻ സമ്മതിക്കില്ല. ഇനിയാണ് അവളുടെ വീട്ടിലേക്ക് പോകണം നമുക്ക്. ഇനി നല്ലവനായിട്ടുള്ള ഉണ്ണിയുടെ റോളാണ് എനിക്ക് എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. നമുക്ക് പോകാം അച്ഛാ എന്ന് പറഞ്ഞിട്ട് വരുണും അതുപോലെ അച്ഛനും കൂടി കൺമണിയുടെ വീട്ടിലേക്ക് ആയിട്ട് പോകുന്നു കേട്ടോ. അവിടെ വെച്ച് എല്ലാവരും തളർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അമ്മായിമാർ ധനലക്ഷ്മിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ധനലക്ഷ്മി പറയുന്നുണ്ട്, എന്നെ നോക്കണ്ട, ചെല്ല് നിങ്ങളുടെ ഏട്ടനോട് തന്നെ സംസാരിക്കുമെന്ന് പറയുന്നു. എന്താ ഏട്ടാ ഇനി നമ്മൾ ചെയ്യുക എന്ന രീതിയിൽ അവിടെ സംസാരിക്കുന്ന സമയത്താണ് വരുണും അവരുടെ അച്ഛനും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. കൺമണിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. കൺമണിക്ക് മനസ്സിലായി ഇത് ഇവരുടെ ഒരു പ്ലാൻ ആണോ എന്നുള്ള രീതിയിലൊക്കെ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് നല്ലൊരു കിടിലൻ എപ്പിസോഡിൻ്റെ വിശേഷം